പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ളതാണ് ധനസമ്പാദനത്തിൻ്റെ വിവിധ മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ ഇപ്പം പറഞ്ഞു വരുന്നത് ബോണസ്, ഡിവിഡൻഡ്, സ്പ്ലിറ്റ് ഇങ്ങനെയുള്ള വന്നു കഴിയുമ്പം ഷെയറുകൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മളിനി പറയാൻ പോകുന്നുണ്ട്. ഇപ്പം ബോണസും ഡിവിഡൻറ്റും ഒക്കെ കിട്ടുന്ന, ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനികളെക്കുറിച്ചും വരാൻ സാധ്യതയുള്ള കമ്പനികളെക്കുറിച്ച്, ചില കമ്പനികളെക്കുറിച്ച് മാത്രമാണ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്, നമ്മൾ പറയുന്നതാണ്. ഇപ്പം ബോണസുള്ള ഒരു 5-6 ഓഹരികൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ ഉണ്ട്. അതിൽ എല്ലാവരും എല്ലാ വീഡിയോയും കാണാത്തതുകൊണ്ട് ഒന്നുകൂടെ പറയാം. PVV ഇൻഫ്ര 17 രൂപ കമ്പനിയുടെ കഴിഞ്ഞ ദിവസത്തെ വിലയാണ്. 1:10 കിട്ടും. 20 ഓഗസ്റ്റാണ്. സ്പാർക്കിങ് 41 രൂപ, 1:1 ആണ്. 21 ഓഗസ്റ്റാണ്. മണി മാറ്റേഴ്സ് ലീസിങ് 180 രൂപയാണ്, 1:10 ആണ്. 22 ഓഗസ്റ്റാണ്. VST ഇൻഡസ്ട്രി 4120 രൂപയാണ്, 10:1, 6 സെപ്റ്റംബർ ആണ് ഡേറ്റ്. VST 4120, 6 സെപ്റ്റംബർ 10/1. റേറ്റ്സ് 654 രൂപ, 1:1, 20 സെപ്റ്റംബറാണ്. HEG ഹബ് ഇത് 2007 രൂപ വരെയാണ്, 1:5 ആണ്. അത് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. അത് സ്പ്ലിറ്റ് അങ്ങനെയുള്ള ഇത് വരുന്ന കോർണറ്റ് എഞ്ചിനീയേഴ്സ് 150 രൂപ വിലയാണ്, 1:2 ആണ്. അതും പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. ക്ലാസിക് ഇലക്ട്രിക്കൽസ് 128 രൂപ, 1:1, അത് പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്മളെ റിയാലിറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 22,430 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ ബോണസ് കിട്ടുന്നതും അത് ഡിവിഷനും സ്പ്ലിറ്റും ഒക്കെ കൂടെ വരുന്നൊരു കമ്പനിയെ കുറിച്ച് വന്നിരുന്നു. ഒരു ഓഹരി എടുത്തു കഴിഞ്ഞാൽ അത് 100 മാറും. 22,430 എന്ന് പറയുന്ന 224 രൂപ, അല്ല 225 രൂപ, 30 രൂപ, അങ്ങനെയുള്ള വിലയിൽ ഇത് നമ്മൾ ഡേറ്റ് കഴിയുമ്പം വരുമെന്ന് പറഞ്ഞു. 16-ാം തീയതി ആയിരുന്നു ഡേറ്റ്. ഇനി അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ ആ കമ്പനിയിൽ ഭാഗവാക്കാകണമെങ്കിൽ നമുക്ക് 1 ഷെയറോ 5 ഷെയറോ 10 ഷെയറോ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് വാങ്ങിച്ച് ഇപ്പോൾ ഇടാവുന്നതാണ്. അടുത്ത ദിവസം മാർക്കറ്റ് നോക്കി അതിൻ്റെ വില നമുക്ക് പറയാം. അടുത്ത ദിവസം നമ്മൾ നോക്കിയിട്ട് പറയുകയും ചെയ്യാം. ഇനി ഡിവിഡൻഡ് വരുന്ന കമ്പനികൾ LG ബാലകൃഷ്ണ നല്ല പ്രോഫിറ്റായിട്ട് നിന്നൊരു കമ്പനിയാണ്. അത് ഇപ്പോൾ അങ്ങനെ തുടരുന്നുണ്ട്. എൻ്റെ കുറച്ച് ഷെയർ ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റ് മാറുകയാണ് ചെയ്തത്. അത് 1289 രൂപ വിലയാണ്, 18 രൂപ ഡിവിഡൻഡ് ഉണ്ട്, 23 ഇടയ്ക്കിടയ്ക്കെല്ലാം ഡിവിഡൻഡ് തരുന്നൊരു കമ്പനിയാണ്. ഡി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന 450 രൂപ വിലയാണ്, 1 രൂപയുള്ളൂ ഡിവിഡൻഡ്, 21 എഞ്ചിനീയേഴ്സ് ഇന്ത്യ 220 ആണ്, 1 രൂപ ഡിവിഡൻഡ്, 21 ആണ് പറയുന്നത്. പിന്നെ KPL ഗ്രീൻ എനർജി 1008 രൂപ വില, 120 രൂപ, 28 ഡേറ്റ്. പിന്നെ മസാഡ 1250, 16 രൂപ, 21/8 വരുന്നത്. കൽക്കിയ സിമെൻറ്റ്സ് 225, 3 രൂപ, 27 ഓഗസ്റ്റാണ് അതിൻ്റെ ഡേറ്റ്. മെഡി അസിസ് അതിൻ്റെ 558 ആണ്, 4 രൂപയാണ്, 6 സെപ്റ്റംബറാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് കമ്പനികളുടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സാങ്കേതികതയെക്കുറിച്ച് പറയുന്നത്, നമ്മൾ അതിൻ്റെ അകത്ത് ആൾക്കാർ പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാളയും കരടിയും എന്ന് പറയുന്നത്, ബുൾ മാർക്കറ്റും ഷെയർ മാർക്കറ്റും എന്ന് പറയുന്നത്. ഇത് കുറിഞ്ഞുപള്ളി ഇതിൻ്റെ പുസ്തകത്തിൻ്റെ കവർ ഫോട്ടോയിൽ തന്നെ അവന്മാർ രണ്ടുപേരും തോളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അത് ഈ ഊഹക്കച്ചവടക്കാർ, അങ്ങനെ 2 വിഭാഗം ഉള്ളവരുണ്ട്. ഡേ ട്രേഡിംഗ് ഒക്കെ വരുന്നവർ അങ്ങനെയാണ്. അവർക്ക് ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടും കുറയും എന്നുള്ള അവധി വ്യാപാരമൊക്കെ ആയിട്ട് അവർ നീങ്ങുകയാണ് ചെയ്യുന്നത്. അവർ സ്റ്റോപ്പ് ലോസും ഒക്കെ ഇട്ടിട്ട് നഷ്ടം ഒരു ഇതിനെക്കാളും കൂടുതൽ നഷ്ടം എനിക്ക് താങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ അതനുസരിച്ച് മാർക്കറ്റിലോട്ട് എത്തും. അന്നേരമാണ് എന്തെങ്കിലും പ്രതികൂലമായിട്ട് മാന്ദ്യത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെ ഇതിലും വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നത്. അവർക്ക് അന്നേരം ഇപ്പം അമേരിക്കയിൽ റിസർവ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകൾ കൂട്ടിയിട്ട് നികുതി കമ്മിറ്റി കൂടി മീറ്റിംഗ് കൂട്ടിയിട്ട് നികുതി കുറയ്ക്കാനോ ഇല്ല നികുതി കൂട്ടാനോ, അതല്ല എങ്കിൽ അവർ തീരുമാനിക്കും ഇൻട്രസ്റ്റ് റേറ്റ് അത് ഫിക്സ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ മാർക്കറ്റിൽ നിന്ന് പിന്മാറാൻ തുടങ്ങും. കാരണം പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓഹരി മേടിക്കാനുള്ള ബയേഴ്സിൻ്റെ എണ്ണം കുറയും. അവരെല്ലാം കൊണ്ടുപോയി FD ആയിട്ടോ ബാങ്ക് നിക്ഷേപം കൂട്ടും. അന്നേരം ഒന്ന് കഴിയുമ്പോൾ
ഇങ്ങോട്ട് വിദേശ ഫണ്ടുകൾ വരികയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പലിശ നിരക്കിൻ്റെ റിസർവ് ബാങ്കിന് മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ട് കഴിയുമ്പോഴേ അത് അവലോകനത്തിന് വേണ്ടിയിട്ടോ കൂട്ടാൻ സാധ്യതയുണ്ടെന്നോ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം മാർക്കറ്റിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ഇവിടുത്തെ ഫണ്ട് FD ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിക്ഷേപം ഓഹരിയിലോട്ടുള്ള നിക്ഷേപം കുറയും, അന്നേരം ഡിമാൻഡ് കുറയുമ്പം സ്വാഭാവികമായിട്ട് വില ഇടിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഒരു ഇത് വരുന്നത്. ഇപ്പോഴും അവിടെ എല്ലാം നല്ലതായിട്ട് വരും, ശുഭാപ്തി വിശ്വാസക്കാർ എന്ന് പറയുന്ന വിഭാഗം ആണ് നമ്മുടെ ബുൾ മാർക്കറ്റ്. അവരെപ്പോഴും അങ്ങനെയൊന്നും ബാധിക്കുകയില്ല, ഇടിക്കുകയില്ല, വില കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ അവർ ആ ഒരു ഇതിൽ ആത്മവിശ്വാസത്തോടുകൂടി വാങ്ങൽ തുടരും. പക്ഷേ മറ്റൊരു അങ്ങനെയല്ല. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന കരടി വിഭാഗം എന്ന് പറയുന്ന ഇത് വിഭാഗം ഒരു കൃത്യമായിട്ടെന്നും കരടി വിഭാഗം ബുൾ മാർക്കറ്റ് കള വിഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല. ചിലപ്പം നമുക്ക് തന്നെ പാനിക്കായിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നമ്മളുടെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് നഷ്ടം വരുമെന്ന് നമുക്കും തോന്നലുണ്ടാകാം. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അന്നേരം നമ്മളത് വാങ്ങുന്ന പ്രവണത മറ്റൊരു കാണിക്കുമ്പം ഈ വിൽക്കുന്ന പ്രവണതയാണ് ഏതെങ്കിലും മാന്ദ്യം വരാൻ സാധ്യത ഉണ്ടെന്ന് കേട്ട് കഴിയുമ്പോഴേ തന്നെ പ്രത്യേകിച്ച് ഇപ്പം ഇറാനിൽ യുദ്ധം ഉണ്ടാകുന്നോ ഇല്ലെങ്കിൽ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുന്നോ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ യമനിലോട്ട് കൊണ്ടുപോയി ഇസ്രയേലിലോട്ടെന്നോ ഒക്കെ പറഞ്ഞു കഴിയുമ്പം ഇവർ പെട്ടെന്ന് മാർക്കറ്റിനുള്ള എല്ലാം വിറ്റ് മാറും. അത് നമ്മൾ മരിഗോൾഡിൻ്റെ ചരിത്രം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ കണ്ടതാണ്. അതിൽ അവിടെ അവരുടെ ഉൽപ്പാദന യൂണിറ്റുകൾ കൂടുതലും ബംഗ്ലാദേശിലായിരുന്നു, ഉപഭോക്താക്കളും കൂടുതലും ബംഗ്ലാദേശിലായിരുന്നു. 40% അവിടെയാണ് ഇൻ്റർനാഷണൽ മൊത്തം ട്രേഡിങ്. അന്നേരം വന്നു കഴിഞ്ഞപ്പം അവരത് പ്രശ്നം ഉണ്ടായപ്പോഴേ അതിൻ്റെ വില അങ്ങ് ഇടിഞ്ഞു. നമ്മളൊക്കെ പെട്ടെന്ന് ഭയന്നു. അത് പക്ഷേ അവർ പിന്നെ പ്രോഡക്ട്സിലോട്ട് തിരിച്ചെത്തി. എന്നാൽ പോലും ആ ഒരു ഇതിൽ ഷെയർ മാർക്കറ്റ് കയറി പിടിമുറുക്കി ആ കമ്പനിയെ തീരുമാനിച്ചത്. ഓരോ മേഖലകളിലെ അങ്ങനെ ഇതിപ്പം ടാക്സ് വരും, ഇല്ലെങ്കിൽ നികുതി ചുമത്തപ്പെടും എന്ന് കേട്ട് കഴിഞ്ഞാൽ പുതിയ നികുതി എന്തെങ്കിലും IT കമ്പനികൾക്ക് ചുമത്തപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ ടാർഗറ്റ് ചെയ്തൊരു പിഴ വരികയാണെങ്കിൽ അദാനി കമ്പനിക്ക് ഒരു പിഴ വന്നു എന്ന് പറയുമ്പം അദാനിയുടെ മൊത്തം ഷെയറിൻ്റെ വില ഡിമാൻഡ് കുറഞ്ഞ് ഇടിഞ്ഞു പോകുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്ന വിഭാഗക്കാരെയാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്നും ആ ഒരു മാർക്കറ്റിൻ്റെ ഇതുള്ള ഒരു കുതിപ്പുള്ള സമയത്ത് നമ്മൾ ബുൾ മാർക്കറ്റാണെന്ന് പറയും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പിന്നെ ബുൾ മാർക്കറ്റായിരുന്നു, കുതിപ്പായിരുന്നു, മുന്നോട്ട് കുതിക്കുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൻ്റെ വടിയിലോട്ട് ഒന്ന് വരികയും 1000 പോയിന്റുകൾ ഇടുകയും ചെയ്തു. പിന്നെയും ബുൾ മാർക്കറ്റായിട്ട് ഇപ്പം കയറിപ്പോകും, വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഉള്ള ഇതിനാണ് ബുൾ ആൻഡ് ബെയർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നമ്മൾ പുതിയ വിഷയങ്ങളുമായിട്ട് ഡിവിഡൻറ്റും ബോണസും തരുന്ന കമ്പനികളെക്കുറിച്ചും ബൈബാക്കോ അങ്ങനെയുള്ള ന്യൂസുകളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.